പറ്റിയ അമളി. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മരം നിറയെ മാമ്പഴവുമായി ഒരു മാവുമരം ഉണ്ടായിരുന്നു. തന്റെ ചില്ലയിൽ നിറഞ്ഞു നിന്നിരുന്ന മാമ്പഴം കണ്ട് മാവുമരം ഒരുപാട് സന്തോഷിച്ചിരുന്നു. കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾക്കെല്ലാം ഈ മാവുമരത്തിലെ മാമ്പഴങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ഈ കാട്ടിലെ കുസൃതിക്കുട്ടനായ കുരങ്ങച്ചൻ ഈ മാമ്പഴങ്ങൾ തിന്നാൻ എത്തുന്നത് പതിവായിരുന്നു. എന്നാൽ അവൻ പഴുത്ത മാമ്പഴങ്ങൾ കൂടാതെ ചെറിയ ചെറിയ പച്ച മാങ്ങകളും വെറുതെ പറിച്ചു കളഞ്ഞിരുന്നു. മാവുമരം കുരങ്ങച്ചനോട് പലതവണ പറഞ്ഞിട്ടും അവനത് കൂട്ടാക്കിയില്ല. ഇത് പതിവായതോടെ മാവുമരത്തിന് ഒത്തിരി സങ്കടമായി. എങ്ങനെയും കുരങ്ങച്ചനെ നാട് കടത്തണമെന്ന് മാവച്ചൻ തീരുമാനിച്ചു. ഒരു ദിവസം കുരങ്ങച്ചൻ മാമ്പഴം പറിക്കുവാനായി മാവിൻ മരത്തിലെത്തി. പതിവ് പോലെ തന്നെ അവൻ പഴുത്തതും പഴുക്കാത്തതുമായ മാമ്പഴങ്ങളെല്ലാം പറിക്കാൻ തുടങ്ങി. ഇത് കണ്ട മാവുമരത്തിന് അപ്പോഴാണൊരു ബുദ്ധി തോന്നിയത്. മാവുമരം കുരങ്ങച്ചനോട് പറഞ്ഞു, എന്തിനാ എന്റെ കുരങ്ങച്ച നീ ഈ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്? നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. സ്വാദിഷ്ടമായ ആ പഴം കൈക്കലാക്കിയാൽ നിനക്ക് ഒരുപാട് നാളത്തേക്കുള്ള ഭക്ഷണമായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പഴം സന്ധ്യയ്ക്ക് മാത്രമേ കാണുവാൻ സാധിക്കൂ. മാവുമരം നമ്മുടെ ചന്ദ്രനെ നോക്കിയാണ് അത് പറഞ്ഞത്. ഇത് കേട്ടപാടെ കുരങ്ങച്ചൻ പറഞ്ഞു, ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാനത് പറിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുരങ്ങച്ചൻ ചന്ദ്രനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കുരങ്ങച്ചൻ നടക്കും തോറും ചന്ദ്രൻ അകന്നകന്ന് പോയിക്കൊണ്ടേയിരുന്നു. കുരങ്ങച്ചൻ നദിയും കാടും മലയും എല്ലാം കടന്ന് ഒത്തിരി സഞ്ചരിച്ചു. അപ്പോഴാണ് വഴിയിൽ കുരങ്ങച്ചൻ കുഞ്ഞനെലിയെ കണ്ടത്. കുരങ്ങച്ചൻ നടന്നതെല്ലാം കുഞ്ഞനെലിയോട് പറഞ്ഞു. ഇത് കേട്ടതും കുഞ്ഞനെലി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മണ്ടൻ കുരങ്ങച്ചാരെ, അത് കഴിക്കുന്ന സാധനമല്ല, അതാണ് ചന്ദ്രൻ. അബദ്ധം മനസ്സിലാക്കിയ കുരങ്ങച്ചൻ തല താഴ്ത്തി നിന്നു. കുരങ്ങച്ചന് പറ്റിയ പോലെ അബദ്ധങ്ങൾ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ കൂട്ടുകാരെ? ഈ കഥയിൽ എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാംഗോ, മങ്കി, മൂൺ, മൗസ്. ശരിയല്ലേ കൂട്ടുകാരെ? മാംഗോ, മങ്കി, മൂൺ, മൗസ്. ബൈ ബൈ ഫ്രണ്ട്സ്.